ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല, അതിന്റെ കരുണയുള്ള റബ്ബ് പുറത്തു തരുമല്ലോ എന്ന ചിന്തയോടെ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുന്നു, പ്രിയപ്പെട്ട ഭാര്യ ആയിഷ, യാ ആയിഷ, ആയിഷ, ഇയ്യാക വമുഹ്ഖിറാത്തദ് ദുനൂബ്. ആയിഷ, നിനക്കറിയുമോ ആയിഷ, ചെറിയ ചെറിയ പാപങ്ങളുടെ അവസ്ഥകൾ നിനക്കറിയുമോ ആയിഷ? പാവപ്പെട്ട സ്വഹാബാക്കൾ പുറത്ത് നിൽപ്പുണ്ടു. സ്വഹാബാക്കളെല്ലാം സാഗൂതമാ ഹദീസ് ഇങ്ങനെ ശ്രദ്ധയോടെ ശ്രവിച്ചു കേൾക്കുകയാണ്. 1400 കൊല്ലം കഴിഞ്ഞ് അല്ലാഹുവിന്റെ സ്വഹാബിയായ മഹാനരുടെ ചാരത്തിരിക്കുമ്പോ അതേ വാക്കുകൾ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ ഹൃദയം കൊടുത്തൊന്ന് കേൾക്കൂ. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നത് ആയിഷ ബീവിയെ മാത്രമല്ല, 1400 കൊല്ലങ്ങൾക്ക് ഇപ്പുറമുള്ള നമ്മളെ ഓരോരുത്തരെയും അല്ലാഹുവിന്റെ റസൂൽ മുട്ടി വിളിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളോട് പറയുന്നു, സ്വഹാബാ എത്തിച്ചു കൊടുക്കൂ, സ്വഹാബാ ഇയ്യാക വമുഹ്ഖിറാത്തിദ് ദുനൂബ്. ചെറുതെന്ന് കാണുന്ന, നിസാരമെന്ന് കാണുന്ന ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും സൂക്ഷിക്കണേ. ഫഇന്ന ലഹാ മിനല്ലാഹി അസ്സ വജല്ല ത്വാലിബാ. അത് ചെറിയ തെറ്റാണല്ലോ എന്ന് പറഞ്ഞ് അല്ലാഹു ഒരിക്കലും ഒഴിവാക്കി കളയുകയില്ല. അതിന് പോലും ഹിസാബുണ്ട് ആയിഷ, അത് സൂക്ഷിക്കണേ ആയിഷ. ചെറിയ ചെറിയ സംസാരത്തിൽ വരുന്ന കളവുകളോ, ചെറിയ ചെറിയ ചിന്തകൾ വരുന്ന തെറ്റുകളോ, അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും തള്ളിക്കളയുന്നവള്, അതൊന്നും നിസാരമല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതെന്നറിയുമോ? മദീന പള്ളിയിൽ സ്വഹാബാക്കൾ ഇങ്ങനെ തടിച്ചുകൂടിയിരിക്കുന്നു. 1400 കൊല്ലങ്ങൾക്ക് മദീന പള്ളിയിലുള്ള അവസ്ഥയാണ്. സഹാബാക്കൾ നിങ്ങളെ പോലെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇങ്ങനെ ചോദിക്കുമ്പോ ഒരു സ്വഹാബി എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, നബിയേ, ചെറിയ ചെറിയ തെറ്റുകൾക്കും അല്ലാഹു വിചാരണ ചെയ്യുമെന്നാണോ അങ്ങ് പറയുന്നത്? ചെറിയ ചെറിയ കള്ളം പറഞ്ഞാലും അല്ലാഹു അതിനെ വിചാരണ നടത്തുമെന്നാണോ നബിയെ അങ്ങ് പറയുന്നത്? ബലായ സ്വഹാബാ, അതേ സ്വഹാബത്തെ, ചെറിയ ചെറിയ തെറ്റുകൾ പോലും അല്ലാഹു ചോദ്യം ചെയ്യുന്ന രൂപം എങ്ങനെയെന്നറിയുമോ? ആ സ്വഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നീ കാട്ടിലോട്ട് പോയിട്ട് കുറച്ച് വിറക് കൊണ്ടുവാ. ഓരോ സ്വഹാബിയോടും പറയുന്നു, കുറച്ച് വിറകുകൾ കൊണ്ടുവാ. ഓരോ സ്വഹാബിയും വിറകെടുക്കാൻ കടന്നുപോയി, കാട്ടിൽ കടന്നുപോയി ഓരോ വിറക് കൊള്ളിയുമായിട്ട് ഓരോ സ്വഹാബാക്കൾ തിരിച്ച് മടങ്ങി വരുന്നു. അതെല്ലാം കൂട്ടം കൂട്ടം കൂട്ടമായിട്ട് ഇട്ടിട്ടുണ്ട്. അത് വലിയൊരു കൂമ്പാരമായപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖുദൂ സ്വഹാബാ, അത് കത്തിക്കൂ സ്വഹാബാ. അതെല്ലാം ഇങ്ങനെ കത്തിച്ചിങ്ങനെ ചാമ്പലാകുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സ്വഹാബാ, ഇതുപോലെയാണ് ചെറിയ ചെറിയ തെറ്റുകളുടെ അവസ്ഥ. നിങ്ങൾ ചെറുതെന്ന് വിചാരിച്ച് ചെയ്യുന്ന തെറ്റുകൾ ഇങ്ങനെ ഹൃദയത്തിന്റെ ഉള്ളിൽ കൂമ്പാരം പോലെ കുന്നുകൂടി കുന്നുകൂടി അതിങ്ങനെ വലിയ പർവ്വതം പോലെ ഒരു തെറ്റായി മാറിക്കഴിഞ്ഞാൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വിചാരണയ്ക്ക് വിധേയരാകുമ്പോ പടച്ചവനതൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്യാതെ എങ്ങനെയാ രക്ഷപ്പെടുക? എങ്ങനെയാ രക്ഷപ്പെടുക സ്വഹാബാ? അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞപ്പോ സ്വഹാബാക്കൾ കരയുകയാ. മുത്തുനബി തങ്ങൾ പറയുന്നു, മൻ അറാദ ആഫിയ, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണോ സ്വഹാബാ? അതിനൊക്കെ രക്ഷപ്പെടണോ സ്വഹാബാ? ഫല്യത്റുകൽ അസിമാ, പാപങ്ങൾ ഒഴിവാക്കു സ്വഹാബാ, തെറ്റുകളെല്ലാം പാടെ ഒഴിവാക്കു സ്വഹാബാ. അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ട് തുടർന്നങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ദുനിയാവിൽ അദാബുകൾ വരാനുണ്ട് സ്വഹാബാ. ഓരോ അദാബുകൾ വരാനും ഓരോ കാരണങ്ങളുണ്ട് സ്വഹാബാ. നിങ്ങൾക്കറിയില്ലേ മുൻകാല അമ്പിയാക്കന്മാരുടെ കഥകൾ നിങ്ങൾക്കറിയില്ലേ? എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരു ആയത്തങ്ങ് ഓതി കേൾപ്പിക്കുകയാ, ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി. ഓരോ അമ്പിയാക്കന്മാരുടെ ചരിത്രം എടുത്തു വെച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എല്ലാവരെയും നാം പിടിച്ചത് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്ന ആയത്താണല്ലോ. എല്ലാവരെയും നാം നശിപ്പിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? ബിദംബിഹി, അവർ പാപം ചെയ്തത് കൊണ്ടാ. ഫമിൻഹും മൻ അൻസൽനാ അലൈഹി ഹസിബാ,
ഒരു വിഭാഗം ആളുകളെ നാം നശിപ്പിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? ചരൽക്കാറ്റ് കൊണ്ടാണ് നശിപ്പിച്ചു കളഞ്ഞത്. ചരൽക്കാറ്റ് കൊണ്ടാണ് നശിപ്പിച്ചു കളഞ്ഞത്. ലൂത്ത് നബിയുടെയും സമുദായത്തിനെയും അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത്. ലൂത്ത് നബിയുടെ സമുദായത്തെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത് ചരൽക്കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു വമിൻഹും മൻ സ്വൈഹാ വമിൻഹും മൻ അഖദതുഹു സ്വൈഹാ. ഒരു ഘോര ശബ്ദം വരികയാണ് ആകാശമണ്ഡലങ്ങളിൽ നിന്ന്. ഒരു ഘോര ശബ്ദം കടന്നു വരികയാ. സമൂദ് ഗോത്രക്കാരെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത്. അവരെ അഹങ്കാരത്തിന്റെ ഫലമായിട്ട് അള്ളാഹു അവരെ തകർത്ത് കളഞ്ഞത്. അള്ളാഹു തകർത്തത് എങ്ങനെയെന്നറിയുമോ? ഒരു ഘോര ശബ്ദം പുറപ്പെടുവിപ്പിച്ചിട്ട് അള്ളാഹു തകർത്തങ്ങ് കളയുകയാ. വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള. ചില ആളുകളെ ഭൂമി അങ്ങ് വിഴുങ്ങിക്കളയുകയാ. ഖാറൂനെയും കൂട്ടരെയും ഭൂമി വിഴുങ്ങിക്കളഞ്ഞതല്ലേ? അഹങ്കാരത്തിന്റെ ആധിക്യത്തിന്റെ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ടുള്ള അവരുടെ ജീവിതം വന്നപ്പോ ഭൂമി അങ്ങ് വിഴുങ്ങിക്കളയുകയാ. വമിൻഹും മൻ അഗ്റഖ്നാ. ചില ആളുകളെ അള്ളാഹു അങ്ങ് മുക്കിക്കൊന്നല്ലോ. നൂഹ് നബിയെയും നൂഹ് നബിയുടെ കൂട്ടര്, നൂഹ് നബിയുടെ സമുദായത്തെ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി അള്ളാഹു മുക്കിക്കൊന്നു കളഞ്ഞല്ലോ. അവരെ മുക്കിക്കളഞ്ഞു കൊല്ലാനുള്ള കാരണം അവരെ വഴിപിഴച്ച ജീവിതമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, എന്നിട്ട് അള്ളാഹു ഒരു കാര്യം കൂടി ഈ ചില കൂട്ടുകാരാ നമ്മളോട് പറയുന്നത് എന്തെന്നറിയുമോ? വമാ കാന അല്ലാഹു ലിയുദ്ലിമഹും വലാകിൻ കാനൂ അൻഫുസഹും യുദ്ലിമൂൻ. അള്ളാഹു അക്രമം കാണിച്ചതല്ല. ഈ ശിക്ഷകളെല്ലാം ഇറക്കിയിട്ട് റബ്ബ് പറയുന്നു, ഞാൻ അക്രമം കാണിച്ചതല്ല, ഞാൻ കയ്യേറ്റം ചെയ്തതല്ല, ഞാൻ മനഃപൂർവ്വം ഇല്ലാതാക്കിയതല്ല. വലാകിൻ കാനൂ അൻഫുസഹും യുദ്ലിമൂൻ. അവരാ ആക്രമം ചെയ്തത്, അവരാ നിഷേധികളായത്. ഫിർഔനാ തെമ്മാടിത്തരം കാണിച്ചത്, ഖാറൂനാണ് നിഷേധം കാണിച്ചത്, ലൂത്ത് നബിയുടെ ഖൗമാണ് തെറ്റ് ചെയ്തത്. അതുകൊണ്ട് വ്യത്യസ്തമായ ശിക്ഷകൾ ഞാൻ കൊടുത്തു. എന്തിനെന്നറിയുമോ? വരും തലമുറ ഒരു പാഠമായിട്ട് ഉൾക്കൊള്ളാൻ വേണ്ടിയാ. ഇച്ചിലങ്കോരുകാട് കേൾക്കുന്നുണ്ടോ? അതേ തെറ്റുകൾ ഇന്നും ഭൂമിയിൽ നടക്കുന്നില്ലേ? എന്തെല്ലാം തെറ്റുകൾ കാരണമായി ഇവരൊക്കെ അദാബിലാവാനുള്ള കാരണം എന്തെന്നറിയുമോ? ഇതൊക്കെ കേൾക്കുമ്പോ ചിന്തിക്കണം, നമ്മളെ അവസ്ഥ എന്താണ്? നമ്മളെ അവസ്ഥ എന്താണ്? പടച്ച തമ്പുരാനെ, ഓരോ സമുദായത്തെയും അള്ളാഹു എടുത്ത അദാബുകൾ വലിയ വലിയ അദാബുകളാണ്. നമ്മൾ പറയുമ്പോ അല്ല കരുണവാനാണ്, അല്ല കാരുണ്യവാനാണ്, അള്ളാഹു പുറത്തു തരുന്നവനാ. ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ഇന്ന അദാബി ഇന്ന അദാബി. ഏറ്റവും വലിയ കരുണയുള്ള അല്ലാഹ്, ഏറ്റവും വലിയ കാരുണ്യവാനായ അല്ലാഹ്, ഭൂമിയിൽ കാരുണ്യത്തിന്റെ കടാശം നിറയ്ക്കുന്ന അല്ലാഹ്, ആ അല്ലാഹയെ പറ്റി തന്നെ പറയുന്ന വാക്കെന്തെന്നറിയുമോ? ഇന്ന അദാബി ലശദീദ്. കഠിനമാണ്, കഠിനമാണ്, ഭയങ്കരമാണ്, ഭയാനകമാണ്. താങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല, താങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല. അത് കേട്ടാൽ ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല. ഇതെല്ലാം കേട്ടിട്ടും പിന്നെയും നമ്മൾ തെറ്റിലോട്ട് മുഴുകാനുള്ള കാരണം എന്തെന്നറിയുമോ? ആ തെറ്റുകൾ ഇങ്ങനെ നിരന്തരം ചെയ്തിട്ട് 1200 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഈ കാര്യങ്ങൾ കേട്ട് 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 തടംപിച്ചിട്ടു. പിന്നെയും എന്തേ നമ്മുടെ കൽബുകളൊന്നും മാറാത്തത് പ്രിയപ്പെട്ടവരെ? പിന്നെയും നമ്മൾ എന്തേ ഒന്നും മാറാത്തത് പ്രിയപ്പെട്ടവരെ? ഇന്നും ആഡംബരത്തിന് വല്ല കുറവുമുണ്ടോ? ഹറാമുകൾക്ക് വല്ല കുറവുമുണ്ടോ? വ്യഭിചാരങ്ങൾക്ക് ഇവിടെ കുറവുണ്ടോ? തെമ്മാടിത്തരത്തിനും തെറ്റുകൾക്കും പലിശയ്ക്കും ചൂതാട്ടത്തിനും വല്ല കുറവുമുണ്ടോ? എന്തെല്ലാം ഹറാമുകളാ, എന്തെല്ലാം തിന്മകളാ. ഈ അനാചാരങ്ങൾക്ക് ഒരു അറുതി വരണ്ടേ പ്രിയപ്പെട്ടവരെ? വാള് മാത്രം കേട്ടിങ്ങനെ പോയാ മതിയോ? ഈ ചിലങ്കോട്ട് തന്നെ എത്ര വഴലായി, എത്ര നസീഹത്തായി. വന്ന പണ്ഡിതന്മാര് മോശമാണോ? കേരളക്കരയുടെ പ്രഗത്ഭന്മാരായ അത്യുജ്വല വാഗ്മികൾ വന്ന് നിങ്ങളുടെ മുമ്പിൽ വഴല് പറഞ്ഞിട്ടു. എന്നിട്ടും നമുക്ക് മാറ്റം വരുന്നില്ലെന്നാണോ? അതൊന്നും കേറുന്നില്ലെന്നാണോ? അതൊന്നും തലച്ചോറിന്റെ ഉള്ളിൽ കേറുന്നില്ലെന്നാണോ? എന്നാൽ ഒന്നുറപ്പിച്ചു കൊള്ളുക, ആകാശമണ്ഡലങ്ങൾ പൊട്ടിക്കീറാറായി, ഭൂമി ഇങ്ങനെ പൊട്ടിപ്പിളരാറായി. എന്തോ
വലിയ ഒരു അദാബ് നമ്മളെ പിടികൂടാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. അത് സുഫിയാൻ ബാഖവിക്ക് കഴിയില്ല, അത് റിഷാദ് ഫൈസിക്ക് കഴിയില്ല, ഇവിടെ വന്ന ഒരു പണ്ഡിതന്മാർക്കും കഴിയില്ല പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും കഴിയില്ല. റബ്ബിന്റെ അദാബ് എങ്ങനെയാ? വനുവല്ലി മാതവല്ല. അല്ല ഇങ്ങനെ വെറുതെ വിട്ട് ചെയ്യുന്ന പാപങ്ങൾ അവൻ പാവമല്ലേ, അവൻ തൗബ ചെയ്യുമെന്ന് വിചാരിച്ചു വിട്ടങ്ങ് പോകുമ്പോ ഇങ്ങനെ പാറിപ്പറന്ന് തെറ്റുകളിലും അഴിമതിലേക്കും കടന്നു പോകുന്ന ഞാനും നിങ്ങളും തിരിഞ്ഞൊന്ന് റബ്ബിനെ ഒന്ന് നോക്കാൻ സമയമായില്ലേ? തിരിഞ്ഞ് റബ്ബിനെ ഒന്ന് നോക്കാൻ സമയമായില്ലേ? നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താ? ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും കൽബിലോട്ടൊന്ന് നോക്ക് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ റസൂല് പറയുന്ന ഭാഷ കേട്ടോ, എത്ര ഗൗരവമെന്ന് കേട്ടു. ഇന്ന് തമാശയും കളിയും പറയാനുള്ള ദിവസമല്ല, 20 ദിവസത്തിന്റെ സമാപന വഅദിന്റെ ദിവസമാ. ഇന്നൊരു തമാശ പോലും പറഞ്ഞു കളയാൻ നേരമില്ല. ഇന്ന് നമ്മൾ പരാജയപ്പെട്ടു പോയാൽ, ഈ വഅദും പരാജയപ്പെട്ടു പോയാൽ, ഇത്രയും ദിവസത്തെ വഅദ് പരാജയപ്പെട്ടെന്നല്ല, ഇന്നത്തെ ആഖിബത്താണല്ലോ നന്നാവേണ്ടത്. വിശുദ്ധമായ റമളാൻ വരികയാണല്ലോ, ഒന്ന് കഴുകിക്കളയണ്ടേ, ഒന്ന് നന്നാവണ്ടേ, ഹൃദയം ഒന്ന് നന്നാക്കണ്ടേ, അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു ദാസനായി മാറണ്ടേ. അതുകൊണ്ട് കൽബൊന്ന് ശുദ്ധിയാകൂ. അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് എന്തെന്നറിയുമോ? ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതിആ. അടിമയായ ഞാനും നിങ്ങളും ഒരു തെറ്റ് ചെയ്യുമ്പോ, ഒരു നുണ പറയുമ്പോ, ഒരു ഹറാമ് കാണുമ്പോ, ഒരു അന്യ പെണ്ണിന്റെ മുഖത്ത് ഇങ്ങനെ ആസ്വദിച്ചു നോക്കുമ്പോ, ഒരു അന്യ പെണ്ണിന്റെ ചുണ്ടിലെ വെള്ള കവൾ